ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന ഒരു ടോപ്പിക് അല്ല. അതായത് വിൻഡോസ് 11 ഹോം അല്ലെങ്കിൽ വിൻഡോസ് 11 പ്രോ, ഈ രണ്ട് വേർഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം വിൻഡോസ് 11. ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഏത് കണ്ടീഷനിലാണ് നിങ്ങൾ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ വിൻഡോസ് 11 പ്രോയിലേക്ക് തന്നെ പോകണോ അതോ വിൻഡോസ് 11 ഹോം മതിയാകോ, എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് രണ്ടിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് പുതിയതായിട്ട്, അതായത് വിൻഡോസ് കമ്പയർ ചെയ്യുമ്പോൾ വിൻഡോസ് 11 നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒട്ടിലാകില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വിൻഡോസ് 11 ഹോമിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഗൈസ്, വിൻഡോസ് 11 ഹോം എന്ന് പറയുന്നതാണ് പൊതുവെ നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്കൊക്കെ യൂസ് വരുന്നത്. വിൻഡോസ് 11 പ്രോ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. അത് മോസ്റ്റ്ലി യൂസ് വരുന്നത് കോർപ്പറേറ്റ് നെറ്റ്വർക്ക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക, അതുപോലെ റിമോട്ട് ആയിട്ട് PC ഒക്കെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മാസ്റ്റർ കമ്പ്യൂട്ടർ ഉള്ള ആളുകൾ, അതുപോലെ ഒരു കോർപ്പറേറ്റ് നെറ്റ്വർക്കിനൊക്കെ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു വിൻഡോസ് 11 പ്രോയിന്റെ ഫീച്ചേഴ്സിലേക്കൊക്കെ പോകേണ്ടി വരിക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അങ്ങനെ ഒരു ലാപ്ടോപ്പ് ആണ് വേണ്ടത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു വിൻഡോസ് ഹോം എഡിഷൻ വേണം, ഒരു എഡിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് ഹോം തന്നെ മതി. ബിക്കോസ് അതിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് വരുന്നുള്ളൂ. അതൊട്ടും മോശമല്ല, കാരണം വിൻഡോസ് 11 പ്രോ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻഹാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ്. അത് നോർമലി നമ്മുടെ വർക്കിംഗ് പ്രൊഫഷണൽ ലൈഫിലോ അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റിയിലോ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അതെന്താന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എൻഡിൽ മനസ്സിലാവും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് വിൻഡോസ് 11 ഹോമിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വിൻഡോസ് 11 ഹോമിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. വിൻഡോസ് 10 കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് വിൻഡോസ് 11 മോർ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇന്റർഫേസ് ഡിസൈൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോപ്പൈലറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് റൈറ്റിംഗ്, റിസർച്ച്, അതുപോലെ ഇമേജ് ജനറേഷൻ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വിൻഡോസ് എഡിഷൻ ആക്ച്വലി വന്നേക്കുന്നത് ഹോമിൽ തന്നെ. പിന്നെ ഇതിനകത്ത് നമുക്ക് കവർ ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ സ്നാപ്പ് ലേഔട്ട്സ് അവൈലബിൾ ആണ്, വിഡ്ജറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ വിഡ്ജറ്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ വിൻഡോസ് എഡിഷൻ മാറിയിട്ടുണ്ട്, ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനകത്ത്. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഗെയിമിംഗ് പെർഫോമൻസ് ഫീച്ചേഴ്സ് ഒക്കെ കൂടി, അതിനകത്ത് അതിന്റെ ലോഡിംഗ് പവർ കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസിന്റെ രീതിയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടത്തെ വിൻഡോസ് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ വിൻഡോസിന്റെ എഡിഷന്റെ വ്യത്യാസവും പണ്ടത്തെ വിൻഡോസിൽ എങ്ങനെയായിരുന്നു ഒരു ഗെയിം ലോഡ് ആവുന്ന ഫീച്ചേഴ്സും അതിന്റെ പെർഫോമൻസിന്റെ രീതിയൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് പണ്ട് പ്ലേ സ്റ്റേഷനിൽ കളിക്കുന്ന നേരത്ത് നമുക്ക് ലാപ്പിൽ കളിക്കാൻ നേരത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാവും എങ്ങനെ ഇരിക്കുന്നതൊക്കെ. പിന്നെ അതിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇപ്പോൾ ഒത്തിരി കൂടിയിട്ടുണ്ട്. ഇപ്പൊ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൊടുക്കുന്നത് തന്നെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്. പിന്നെ വിൻഡോസ് 11 പ്രോയിലേക്ക് വരുമ്പോൾ ഇത് കൂടാതെ അവരെന്താ കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് റിമോട്ട് PC കൺട്രോൾ ഉണ്ട്, പിന്നെ മൾട്ടിപ്പിൾ PCസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. പിന്നെ കുറച്ചും കൂടി ബിറ്റ് ലോക്കർ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ വരുന്ന സ്ട്രോങ് എൻക്രിപ്ഷൻ ആയിരിക്കും അതിനകത്ത്. ബിക്കോസ് ഇത്രയും PCനെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്, ഒരു കോർപ്പറേറ്റ് നെറ്റ്വർക്കിനൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന്റേതായ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അതിനകത്ത് അവൈലബിൾ ആണ്. പക്ഷെ ഒരു പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഇപ്പൊ നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ്, ഞാൻ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റുഡന്റ് ആണ്, എനിക്ക് ഈ ലാപ്ടോപ്പിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാവുകയില്ല. അതാണ് ഞാൻ ആദ്യമേ ആ ഒരു കാര്യം പറഞ്ഞ് പിന്നെ ഈ ഒരു ടോപ്പിക് എടുക്കാൻ നോക്കാം. ബിക്കോസ് പല ആളുകൾക്കും അത് അറിയില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഫോൺ മേടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ലാപ്പ് മേടിക്കുന്ന പോലെ, പ്രോ ഉണ്ടോ എന്നാൽ പ്രോ എടുക്കാം, പ്രോ ആകുമ്പോൾ കുറെ ഫീച്ചേഴ്സ് കൂടുതലുണ്ടല്ലോ, അതായിരിക്കും നല്ലത് എന്ന് വിളിക്കും. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം റിയൽ ലൈഫിൽ ശരിക്കും വരില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തതിനെ കുറിച്ച് വീഡിയോ ചെയ്യാം. ബിക്കോസ് നിങ്ങൾക്ക് അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ബിക്കോസ് ഡോളേഴ്സിന്റെ വ്യത്യാസം ഉണ്ട്. അപ്പൊ നമ്മൾ ആ പൈസ വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇത് വെച്ച് ചെയ്യാൻ ഓർത്തത്. ഗൈസ്, പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ വിൻഡോസ് 11 വരുമ്പോഴേക്കും നിങ്ങൾക്ക് വിൻഡോസ് 11 ആക്ച്വലി ഉള്ളത് ഇതിന് സ്നാപ്പിംഗ് കൺവീനിയൻസസ് കൂടി, പിന്നെ അതുപോലെ ഞാൻ നേരത്തെ ഗെയിം ലോഡ് ആവുന്ന പെർഫോമൻസ് കൂടി എന്ന് പറഞ്ഞില്ലേ, അത് ആക്ച്വലി അവർ കവർ ചെയ്യുന്നത് പറയുന്നത് ഓട്ടോ HDR പോലെയുള്ള ഫീച്ചേഴ്സ്, അതുപോലെ ഡയറക്ട് സ്റ്റോറേജ് പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഗെയിം നേരെ ഡയറക്റ്റ് ആയിട്ടാണ് ലോഡ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പെർഫോമൻസും അതിന്റെ സ്പീഡിംഗ് കപ്പാസിറ്റി, ലോഡിംഗ് കപ്പാസിറ്റി എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. പക്ഷെ ഇപ്പം നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരാൾ കളിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്ന അറിയില്ല. പക്ഷെ നിങ്ങൾ ഇതുവരെ വിൻഡോസിന്റെ എല്ലാ എഡിഷൻസിലും ഗെയിം കളിച്ചുകൊണ്ട് വന്നിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് വിൻഡോസ് 11 കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലാപ്ടോപ്പും കൂടി നല്ലതായതുകൊണ്ട് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ വിൻഡോസ് 11 അതിനെ ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലാപ്പിന്റെ പെർഫോമൻസിന്റെ കൂടെ തന്നെ. അതാണ് ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത് വേറെ പോയിന്റ് എന്ന് പറയുന്നത്. പ്രൈസ് പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ലാപ്ടോപ്പ് എടുക്കാം, Asus ZenBook 14 ആണ് നിങ്ങൾ നോക്കുന്ന ലാപ്പ് എന്ന് വെച്ചോ. അതിനകത്ത് ആക്ച്വലി നിങ്ങൾ വിൻഡോസ് 11 ഹോം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലാപ്പാണ് അതിന് മേടിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ വേർഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു $1149 ആയിരിക്കും മേ ബി വരാം. ഓക്കെ, $1149 ആയിരിക്കും വരിക. പക്ഷെ നിങ്ങളിപ്പം അതിന്റെ വിൻഡോസ് 11 പ്രോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വേർഷൻ എടുക്കുന്ന സമയത്ത് 1199 സംതിങ് ആണ് വരിക. അത് $50 വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതേപോലെ നിങ്ങൾ ഓൾറെഡി ഒരു ലാപ്പുള്ള ആളാണ്, അപ്പൊ നിങ്ങൾക്ക് വിൻഡോസ് 11 ലൈസൻസ് സ്കീം മേടിക്കുന്ന സമയത്ത്, നിങ്ങൾ ഹോം മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് $139 ആയിരിക്കും വരിക. പക്ഷെ നിങ്ങൾ അതേ സമയത്ത് നിങ്ങളിപ്പോൾ ഒരു വിൻഡോസ് 11 പ്രോ ലൈസൻസ് ചെയ്യാൻ മേടിക്കുന്നുണ്ടെങ്കിൽ $199, അതായത് $60 വ്യത്യാസം വരുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല റിയൽ ലൈഫിൽ എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ എന്നാൽ പോലും പ്രൈസ് വലിയ വ്യത്യാസമില്ല. എന്നാൽ പോലും ഇനി നമുക്ക് വേറെ കേസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഹോം മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രോയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മേടിക്കുന്ന ലൈസൻസ് കീ എന്ന് പറയുന്നത് $99 ഡിഫറൻസ് വരും. അതായത് നിങ്ങൾ മേടിച്ച പൈസ കൂടാതെ പിന്നെ നിങ്ങൾ $99 കൊടുക്കേണ്ടി വരും. മറ്റേ കേസിലൊക്കെ നിങ്ങൾക്ക് ഒരു $50 അല്ലെങ്കിൽ $60 വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോഴും നിങ്ങൾ മേടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം വരാനിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്,
അങ്ങനെ സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉള്ള ആളുകളാണ്. അതുപോലെ നിങ്ങളൊരു കോർപ്പറേറ്റ് റൺ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് റൺ ചെയ്യാനൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതുപോലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാനേജ് ചെയ്യേണ്ടതാണ്, കുറച്ച് സെക്യൂരിറ്റി കൂടുതലായിട്ട് ആവശ്യമുള്ള സീക്രസി ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോസ് 11 പ്രോ തന്നെ ആദ്യമേ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രൈസ് മാത്രമായിട്ടാണ് അതിന് നിങ്ങൾ താഴത്തെ വേർഷനിലേക്ക് പോകാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് നിങ്ങൾക്ക് അങ്ങനത്തെ ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ആവശ്യങ്ങളും നീഡ്സും ഇല്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് വിൻഡോസ് 11 ഹോമിന്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് അത് മതി നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകാനായിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് രണ്ടില് കോമൺ ആയിട്ട് ഇപ്പൊ വിൻഡോസ് 11 വന്നേക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞായിരുന്നു, പക്ഷേ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് വരുന്നത് കോപ്പൈലറ്റ് ജനറേറ്റീവ് AI വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ, റൈറ്റ് ചെയ്യാൻ, ഇമേജ് ജനറേഷൻ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൻഡോസ് 11 നിങ്ങൾക്ക് സാധ്യമാണ്. ഇനി അടുത്ത വരുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നാപ്പ് ലേഔട്ട്സ് ഉണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് വേണം അത് അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ ലേഔട്ട് പോലെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ഇപ്പോഴത്തെ ഫയൽ എക്സ്പ്ലോറിൽ ആക്ച്വലി ടാബ്സ് വെച്ചിട്ടാണ് വരുന്നത് വിൻഡോസ് 11 പ്രോയിൽ വരുമ്പോഴേക്കും അല്ലെങ്കിൽ വിൻഡോസ് 11 ഹോമിൽ വരുമ്പോഴേക്കും. അപ്പൊ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ വിഡ്ജറ്റ് പാനൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഡ്ജറ്റ് പാനൽ വരുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ന്യൂസ്, അതുപോലെ വെതർ, ഫിനാൻസ്, സ്പോർട്സ്, ഇതെല്ലാം പല പല സെറ്റ് ആയിട്ട് വിഡ്ജറ്റ്സ് അത് ക്ലാസിഫൈ ചെയ്ത് തന്നെ അങ്ങനെ തന്നെ വരും. പിന്നെ അടുത്തെന്ന് പറയുന്നത് അപ്ഡേറ്റഡ് വോയിസ് ടൈപ്പിംഗ് ആണ്. അപ്പൊ വോയിസ് ടൈപ്പിംഗിൽ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ്, മീഡിയ പ്ലെയർ ഒക്കെ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീച്ചേഴ്സിലായാലും യൂസബിലിറ്റിയിലായാലും ഒക്കെ അതിന്റെ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ഇത്തവണ വിൻഡോസ് 11 കാണാൻ പറ്റും. നിങ്ങൾ അത് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ വരുന്നത് വിൻഡോസിന്റെ ബാക്കപ്പ് ടൂൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്തിന്റെ പെയറിംഗ് ഉണ്ടല്ലോ, അത് ആക്ച്വലി കുറച്ചും കൂടി സ്പീഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണക്ട് ചെയ്തുകൊണ്ട് സ്പീഡ് അല്ല ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതെല്ലാം പെട്ടെന്ന് മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ വേർഷൻസ് ഒരു 2-3 വേർഷൻ മുന്നേ യൂസ് ചെയ്തേക്കുന്ന ആൾക്ക് ഒരു വിൻഡോസ് 7 യൂസ് ചെയ്തേക്കുന്ന ആൾക്ക് 11 യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അതിന്റെ വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ടൂൾസ് ഇപ്പൊ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി എന്താ പറയുക, വീഡിയോ ക്യാപ്ചർ എനേബിൾ ചെയ്യുന്ന രീതിയിലാണ് അവർ ഇപ്പൊ അതിനെ കൊടുത്തേക്കുന്നത്. പിന്നെ ഫോക്കസ് സെഷൻസ് ഉണ്ട്. അതിന്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഫോക്കസ് സെഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻ വരുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് യൂസബിലിറ്റിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്കും കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് അതിനകത്തൊക്കെ കൊടുത്തേക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ HDR അതുപോലെ ഡയറക്ട് സ്റ്റോറേജ് കൊടുക്കുന്ന ഗെയിമിങ്ങിന് നമ്മളെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ച്വലി നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ പാസ്വേഡ് ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പാസ് കീ അടിച്ചാൽ മാത്രം മതി. പാസ് കീ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോ ലോഗിൻ ആയിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഓട്ടോ പാസ്വേഡ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പെട്ടെന്ന് സ്പീഡ് ആയിട്ട് വരും. അപ്പൊ അതിന്റെ കുറച്ചും കൂടി സ്പീഡ് അവർ ഇത്തവണ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാവുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ് ഡിഫറൻസ്. ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്ന് പറയുമ്പോഴേക്കും വിൻഡോസ് 11 പ്രോയിൽ മാത്രമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ തന്നെ പറയുന്നത് ബിറ്റ് ലോക്കർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിറ്റ് ലോക്കർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ കൊടുക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഈസിലി ഒരാൾക്ക് ക്രാക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അകത്തേക്ക് അത് നമ്മൾ കുറച്ചും കൂടി സേഫർ ആയിട്ടുള്ള സെക്യൂരിറ്റി എൻവയൺമെന്റ് കൊടുത്തേക്കെന്ന് പറയില്ല. ഞാൻ ഭയങ്കര ജനറിക് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാതെ. അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സെക്യൂരിറ്റി കുറച്ചും കൂടി യൂസബിലിറ്റി കൂടും. കാരണം സെക്യൂരിറ്റി നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഒരു കോമൺ മാനിന് അവർക്ക് ക്രാക്ക് ചെയ്യാൻ ഒരു ഡേറ്റ ഉണ്ടാവില്ല. പക്ഷേ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡേറ്റയൊക്കെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര വില മതിക്കുന്ന വിവരങ്ങളൊക്കെ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറയാൻ പാടില്ല, എന്നാലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ ഈ ഇതുപോലത്തെ കോർപ്പറേറ്റ് ഡേറ്റ ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ബിറ്റ് ലോക്കർ പോലില്ല, നിങ്ങൾ നോർമൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒന്നും എനേബിൾ ചെയ്യാത്ത സ്ഥലത്താണ് നിങ്ങളുടെ കോർപ്പറേറ്റ് ഡേറ്റ ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് ക്രാക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ അവരത് ഡാർക്ക് വെബിലൊക്കെ ഇട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലാക്സ് അല്ലെങ്കിൽ മില്യൺസ് ഒക്കെ ബാർഗൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ആ പൈസ കൊടുത്താൽ നിങ്ങളുടെ കമ്പനിയുടെ ഡേറ്റ ഒക്കെ മേടിക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകൾ അവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് വിൻഡോസ് 11 പ്രോയിൽ ആക്ച്വലി ഒരു ബിറ്റ് ലോക്കർ പോലത്തെ ഫീച്ചർ എനേബിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് റിമോട്ട് ആയിട്ട് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹൈപ്പർ വി പോലത്തെ ടെക്നോളജി അത് കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെർച്വൽ മെഷീൻസ് ഒക്കെ ക്രിയേറ്റീവ് ആയിട്ടും റണ്ണിംഗ് ആയിട്ടും അവർക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഹൈപ്പർ വി ടെക്നോളജി യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് പറയുന്നത് നിങ്ങൾക്ക് കമ്പനിയുടെ ആപ്സ് എല്ലാം നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോറിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രൈവറ്റ് കാറ്റലോഗ് പോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെല്ലാം വിൻഡോസ് 11 പ്രോയിലെ പറ്റുള്ളൂ. ഹോമിൽ നമുക്ക് ഇതൊന്നും പറ്റില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ അഷ്യൂറിന്റെ ആക്ച്വലി ആക്റ്റീവ് ഡയറക്ടറിയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് സ്കൂൾ, ബിസിനസ്, കോർപ്പറേറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഡൊമൈനിലേക്കും കോർപ്പറേറ്റ് ഇതിലേക്കും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു 4-5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിൻഡോസ് 11 പ്രോയിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു സാധാരണ ഇൻഡിവിജ്വലിന് അയാൾ എത്ര എക്സ്പെർട്ട് പ്രൊഫഷണൽ ആയാലും അല്ലെങ്കിൽ അയാളുടെ സ്റ്റുഡന്റ് ലൈഫിലായാലും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലൊന്നും ആവശ്യം വരുന്ന കാര്യങ്ങളല്ല. പക്ഷെ നിങ്ങളൊരു മാസ്റ്റർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യണം, നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്, ഭയങ്കര സീനിയർ മോസ്റ്റ് പൊസിഷനിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് വിൻഡോസ് 11 പ്രോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ സജസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ സിഇഒക്ക് വേണ്ടിയിട്ട്. അതല്ലാത്ത ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വിൻഡോസ് 11 ഹോം എഡിഷൻ തന്നെ മതിയായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ മാക്സിമം ഇൻഫർമേഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലത്തെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ ചോദിക്കാൻ ഞാൻ പറഞ്ഞ റെഡിയാണ്. അപ്പോൾ ബൈ ബൈ.